ഹലോ, വെൽക്കം ടു DA സൊല്യൂഷൻസ് ആക്കിയ ട്യൂട്ടോറിയൽ. ഈ വീഡിയോയിൽ എങ്ങനെ സെഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. സെഷൻ എന്ന് വെച്ചാൽ ഒരു ക്യാഷ് കൗണ്ടറിൽ ഇപ്പോൾ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് അവിടെ സ്റ്റാഫ് നിൽക്കുന്നത് വെക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഓരോ സെഷൻ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സെഷൻ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പൺ സെഷൻ, ക്യാഷ് കൗണ്ടറിലെ ചേഞ്ചസ് എത്രയായിരം എമൗണ്ട് എൻ്റർ ചെയ്യുന്നത്, അതൊന്ന് കസ്റ്റമർ വന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത് ആ പേയ്മെൻ്റ് അടുത്താണ്. ആ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്തിട്ട് സാധനം എക്സ്പെൻസ് ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാം ക്യാഷ് ഇൻ ഔട്ട്. ഞാനിപ്പോൾ ഒരു ക്യാഷ് ഔട്ട് ഒരു എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് എൻ്റർ ചെയ്യാണ്. ഒരു 500 ഞാനൊരു ക്യാഷ് ഇന്നും കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ കാണാം ക്യാഷ് ഇന്ന് 100, ക്യാഷ് അപ്പം നമുക്ക് ഇവിടെ കാണാം ക്യാഷ് ഔട്ട് 100, ക്യാഷ് ഇന്ന് 500 എന്ന് കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു സെഷൻ ഈ ഒരു സ്റ്റാഫിൻ്റെ സെഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് ഈ ക്ലോസ് സെഷൻ കൊടുക്കുക. നോട്ടിൻ്റെ ഡിനോമിനേഷൻ എൻ്റർ ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സമ്മറി വന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽ, ഈ ഒരു എമൗണ്ട് ഓഫ് ടോട്ടൽ സെയിൽ വരുന്നത് നമുക്ക് ഇത്രയും എമൗണ്ട് 46 റുപ്പീസ് ഷോർട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ സെഷൻ ക്ലോസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കാം ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ്. കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട്, അതിൽ ക്യാഷ് സെയിൽ എത്ര എമൗണ്ട് എത്ര രൂപയാണെന്നുള്ളത്, ക്യാഷ് ഇന്ന്, ക്യാഷ് ഔട്ട്, ബാക്കി എക്സ്പെക്റ്റഡ് എമൗണ്ട്, നമ്മൾ കൗണ്ട് ചെയ്ത എമൗണ്ട്, ബാക്കി എത്ര എമൗണ്ട് ആണോ എക്സസ് ആണോ ഷോർട്ടാണോ അതിൻ്റെ എമൗണ്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു അക്കൗണ്ട് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോഹോ ബുക്സ് ഓപ്പൺ ചെയ്താൽ ഡേ ബുക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം അതർ എക്സ്പെൻസിലാണ് ആ ഷോർട്ടായ എമൗണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 500 ക്യാഷ് ഇന്ന് വന്നത് അതർ ചാർജസിൽ വന്നിട്ടുണ്ട്. ഒരു 100 രൂപ എക്സ്പെൻസ് എടുത്തത് അതർ എക്സ്പെൻസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. താങ്ക് യു.